ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും പെട്ടെന്ന് വരിക. നമ്മുടെ HSCയുടെ എക്സാം തൊട്ടടുത്ത് നിൽക്കുകയാണ് അല്ലെ. എങ്ങനെ പോകുന്നു? നിങ്ങൾ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടോ? ചെറുതായിട്ട് ടെൻഷനൊക്കെ വന്ന് തുടങ്ങിയോ? ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടുന്നില്ല, എങ്ങനെയൊക്കെ പറഞ്ഞുള്ള ടെൻഷനുകൾ തുടങ്ങിയോ നിങ്ങൾക്ക്? എന്താണ്? പലരും കമന്റ് ചെയ്യണ്ടായിരുന്നു, എന്താണ് ഭയങ്കര ടെൻഷൻ ആകുന്നു, പഠിച്ചൊന്നും റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല സർ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ വന്നവരൊന്ന് പെട്ടെന്ന് ലൈവ് എന്ത് ചെയ്യാ, ലൈക്ക് ചെയ്യാ, എന്നിട്ട് വേഗം ലൈവിലേക്ക് വരാം കേട്ടോ. വേഗം ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ പല ആളുകളും ചിലപ്പോ ഈ ജനറൽ പേപ്പർ അത്ര വലിയ ഇമ്പോർട്ടന്റോടൊക്കെ കാണാത്തവരുണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റാങ്ക് പൊസിഷൻ തീരുമാനിക്കുന്ന ഒരു ഭാഗമാണ് ഈ GK എന്ന് പറയുന്നത് കേട്ടോ. വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? ഇപ്പൊ പഠിത്തമൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ നിങ്ങളുടെ? നന്നായിട്ട് പോവുക, എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ടെൻഷൻ ഒന്നും ആകണ്ട. പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. പഠിച്ച കാര്യങ്ങള് നന്നായിട്ടൊന്ന് നിങ്ങള് പഠിക്കാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് കേട്ടോ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് മാച്ച്ഡ് കറക്റ്റ്. താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യാ, കറക്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഓക്കെ, അപ്പൊ ഏതാണെന്നൊന്ന് പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഏതാണ്? ഇങ്ങനത്തുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ ആയി ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഓക്കെ, മെത്തഡോളജിയുടെ PYQ ഞാൻ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 1-2 ആൻസർ നമുക്ക് കിട്ടിയാൽ മതി, ഒരു പ്രശ്നമില്ല കേട്ടോ. ആ ഒരു രൂപത്തില് നമുക്ക് ഇതാക്കാം. ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ, പെട്ടെന്ന് കമന്റ് ചെയ്യേ. ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഏതാണ്? ഓരോന്ന് നോക്കാം. ശബ്ദങ്ങൾ, വിഷകന്യക. ശബ്ദങ്ങൾ ആരുടേതാണ്? ശബ്ദങ്ങൾ നമുക്കറിയാം അല്ലെ, വൈക്കം മുഹമ്മദ് ബഷീർ. പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ആണ് പറയുന്നത് അധികവും. ശബ്ദങ്ങൾ എന്നുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ്. അതുപോലെ വിഷകന്യക SK പൊറ്റക്കാടിന്റെ കോഡ് വെച്ച് പഠിച്ചിട്ടുള്ള ഇതായിരുന്നു വിഷകന്യക. അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും നമ്മൾ കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഭ്രാന്താലയം കേശവദേവിന്റേതാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് വരാത്തത് 4-മത്തെ മാത്രമാണ്. അതായത് 4-മത്തെ മാത്രം എന്താണ്, ആർക്ക് വേണ്ടി എന്ന് പറയുന്നത്, അത് മാത്രം തെറ്റാണ്. അത് VKNന്റെ ആണ് ആർക്ക് വേണ്ടി എന്നുള്ളത്, തകഴി ശിവശങ്കരപ്പിള്ളയുടേതല്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, 1-2 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ അടുത്ത് നടന്നിട്ടുള്ള HSC മ്യൂസിക് 2025 കേട്ടോ. ഈ അടുത്ത് നടന്നിട്ടില്ല, ഒരു 1 മന്ത് പോലും ആയിട്ടില്ല, ഒരു 2 വീക്ക് അത്രയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിനകത്ത് വന്നിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള PYQ ആണിത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് PSC ആൻസർ വരുന്നത് ഏതാണ്? ഇതാണ് ഓപ്ഷൻ C ആണ്. 1, 2, 3 ആണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ തെറ്റിലൂടെ നമുക്ക് ശരി പഠിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, then അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്തതും ഒരു എന്താണ്, ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ലെവൽ 1, 2 ശരി, 2, 3 ശരി, 3, 4 ശരി, ഇതാണല്ലേ. ഇതും HSC 2024 സോഷ്യൽ സ്റ്റഡീസിൽ വന്നിട്ടുള്ളതാണ്, തമിഴ് മീഡിയം കേട്ടോ. 2024 HSC സോഷ്യൽ സയൻസിൽ വന്നിട്ടുള്ള ജനറൽ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഏതാണ് വരുന്നത്? എന്റെ ജീവിത കഥ, AK ഗോപാലൻ. കണ്ണീരും കിനാവും, VT ഭട്ടതിരിപ്പാട്. അതുപോലെ വേദാധികാര നിരൂപണം, ചട്ടമ്പി സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതി, ശ്രീനാരായണ ഗുരു. ഏതാണ് വരുന്നത്? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾ കേട്ടോ. തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആൻസർ ചെയ്യാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കരുത്. ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ എന്ത് ചെയ്യാ, ശ്രമിക്കുക കേട്ടോ. പോരട്ടെ, ഗോപിക പറയുന്നുണ്ട് C ആണെന്ന് പറയുന്നുണ്ട്, പ്രിയ പറയുന്നുണ്ട് C ആണെന്ന്. നിങ്ങൾ ആൻസർ, അതെ, വെരി ഗുഡ്. അങ്ങനെ ആൻസർ പറയാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ടായിരിക്കും ആൻസർ ചെയ്യുന്നത്. അപ്പൊ ഇനി തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ശരി പഠിക്കാനും സാധിക്കും. കാരണം ഇതൊക്കെ PYQ ആയിട്ടുള്ള അധിക ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് PYQ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തെറ്റിയാലും ആ ശരി പഠിച്ചു വെക്കാൻ സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, സിയും ഡിയും പറയുന്നുണ്ട് അല്ലെ. നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. എന്റെ ജീവിത കഥ എന്ന് പറയുന്നത് ആരാണ്? AK ഗോപാലന്റേതാണ്. എന്റെ ജീവിത കഥ ശരിയാണ്, AK ഗോപാലന്റേതാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിന്റെയാണ്. പലതവണ PSC ആവർത്തിച്ച് വന്നിട്ടുള്ള VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ് കണ്ണീരും കിനാവും എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ ഇത് പറഞ്ഞപ്പോ തന്നെ നമ്മൾ പറയണ്ടായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് പോയിരുന്നു. അപ്പൊ അതേതാണ്? അതും ശരിയാണ്. ഓപ്ഷൻ ഡി ശരിയാണോ? ഓപ്ഷൻ ഡി അദ്വൈത ചിന്താ പദ്ധതി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെതാണോ? അല്ല, അദ്ദേഹത്തിൻ്റെതല്ല കേട്ടോ. സി തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അദ്വൈത ചിന്താ പദ്ധതി അതാണ് ചട്ടമ്പി സ്വാമികളുടെ തന്നെതാണ് വരുന്നത്. അത് ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പൊ ഇതിനകത്ത് ഡി മാത്രമാണ് തെറ്റുള്ളത്. അപ്പൊ എയും ബിയും സിയും അഥവാ 1, 2, 3 ശരിയുള്ള ഓപ്ഷൻ സി ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഓപ്ഷനില് നമ്മള് ഇങ്ങനെ ഇപ്പൊ എ ആണ് ഉത്തരം എന്ന് വിചാരിക്കുക. നിങ്ങൾ എ മാത്രമാണെങ്കിൽ ഓപ്ഷനിൽ തിരയുമ്പോൾ എ അല്ല നിങ്ങൾ തിരയേണ്ടത് കേട്ടോ. അങ്ങനെ ചില കുട്ടികൾക്ക് അബദ്ധം പറ്റാറുണ്ട്. എപ്പോഴും ആ ആൻസർ വരുന്ന നമ്പേഴ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അതാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട HSC ആളുകളാണ്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്, പ്രത്യേകിച്ച് പറയേണ്ട. പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യരുത്, മാർക്ക് പോകരുത് കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത് HSST ഇംഗ്ലീഷ് 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. HSSTക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. HSSTയുടെയും അതുപോലെ തന്നെ HSTയുടെയും ഒക്കെ ജനറൽ പേപ്പർ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്, ഈ റിനൈൻസൻസിന്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. ഹു റൂട്ട് ദ വർക്ക് എന്റെ ശ്രീകോവിൽ. എന്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത് ആരുടെ വർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. CV കുഞ്ഞുരാമൻ, കുമാരനാശാൻ, TK മാധവൻ, G ശങ്കരക്കുറുപ്പ്. പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? പെട്ടെന്ന് ആൻസർ ചെയ്തു കേട്ടാ. എന്റെ ശ്രീകോവിൽ PYQ വന്നിട്ടുള്ളതാണ്. HSST 2022 ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളതാണ്. G ശങ്കരക്കുറുപ്പിന്റേതാണോ എന്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഒരു ആൻസർ തോന്നുന്ന പറയാം. തെറ്റിക്കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ തിരുത്തി പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം PYQ ആണ്, ഞാൻ പറഞ്ഞു PYQ ആണ് അധികം നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് CV കുഞ്ഞുരാമൻ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് എന്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം CV കുഞ്ഞുരാമനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ അദ്ദേഹം ഇല്ല അല്ലെ. കേരള കൗമുദി പത്രത്തിന്റെ ഫൗണ്ടർ ആയിട്ടാണ് CV കുഞ്ഞുരാമൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വേറെ കൃതികളുണ്ട്. ഈ പഞ്ചവടി എന്ന് പറയുന്ന ഒരു കൃതി, അതുപോലെ തന്നെ ഞാൻ എന്ന് പറയുന്ന ഒരു കൃതി. ഞാൻ എന്ന് പറയുന്ന ഒരു ആത്മകഥ വേറെ ആൾ എഴുതിയിട്ടുണ്ട്. ആരാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇദ്ദേഹത്തിന്റെ കൃതിയാണ്, അദ്ദേഹത്തിന്റെ CV കുഞ്ഞുരാമൻ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ഞാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന പഞ്ചവടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ്. പിന്നെ ഒരു നൂറ്റാണ്ടിന് മുമ്പ് അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ്. പക്ഷെ ഞാൻ എന്ന് പറയുന്ന ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അത് ആരാണെന്ന് പറയാമോ? വെരി ഗുഡ്, ലക്ഷ്മി ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. NN പിള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഞാൻ എന്ന് പറയുന്നത്. ഇത് CV കുഞ്ഞുരാമന്റെ കൃതിയുടെ പേരും വേറൊരു കൃതിയുടെ പേരാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി പോകുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഇതും HSST ഇംഗ്ലീഷ് 2022 ചോദിച്ചിട്ടുള്ളതാണ്. H. വേലായുധൻ എ ഫ്രീഡം ഫൈറ്റർ ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രഗിൾ. ഇത് അദ്ദേഹം H. വേലായുധൻ അദ്ദേഹം ഏത് ഇതിനകത്താണ് രക്തസാക്ഷിയായിട്ടുള്ളത്? വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, കുട്ടംകുളം സത്യാഗ്രഹ. ഉഷാറായിട്ട് വരാം. വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടാ, നല്ല എനർജി ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു ഒരു പ്രയാസം. അയ്യോ ഇതെങ്ങനെയാണ്. അങ്ങനെ പേടിക്കണ്ട. നമ്മൾക്ക് അറിയാവുന്ന എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റുകൾ അവിടെ ഉറപ്പായിട്ട് ഉണ്ടാവും. നിങ്ങൾ ആ പോയിന്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, പിക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. ഏതാണ്? കറക്റ്റ് ആൻസർ പാലിയം സത്യാഗ്രഹം അല്ലെ. പാലിയം സത്യാഗ്രഹമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. വെരി ഗുഡ്. ഒത്തിരി പേര് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. അമൃത ലക്ഷ്മി, റാണി ലച്ചു, പിന്നെന്താണ് ദാനന്തോ, അതുപോലെ തന്നെ പ്രവീണ, അക്ഷര, വിമൽ,
ശരണ്യ, ഗോപിക, അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. ഓക്കെ, എന്തായിക്കോട്ടെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. ഇതും HST ഇംഗ്ലീഷ് 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ്? പാളയം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, കുട്ടൻകുളം സത്യാഗ്രഹ, മലയാളി മെമ്മോറിയൽ. ഇതിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മളെ പ്രയാസത്തിലാക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഇത്തരം ചോദ്യങ്ങളാണ് പലപ്പോഴും റാങ്കിന്റെ ഒരു പൊസിഷൻ തന്നെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. കേട്ടോ? അപ്പൊ അതുകൊണ്ട് ഇത് ആൻസർ പറയണോ നിങ്ങള്? ആൻസർ പറഞ്ഞു വരുന്നുണ്ട് അല്ലേ? ഒത്തിരി പേര് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു പേടിയാകുന്നു. അയ്യോ, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, എന്നാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ 4 എന്ന് പറയാൻ മലയാളി മെമ്മോറിയലിന്റെ വർഷം എന്ന് പറഞ്ഞൊന്ന് റീകോൾ ചെയ്തെടുക്കാം. നോക്കിയേ, 4231 അല്ലെ? 423. വെരി ഗുഡ്. ഞാൻ എല്ലാവരുടെ പേര് വായിച്ച് സമയം കളയുന്നില്ല. ഒത്തിരി പേര് ആൻസർ പറയുന്നുണ്ട് സി ആണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ 423 ആണ് ഒന്നാമത്തെ മലയാളി മെമ്മോറിയൽ, 2 ഗുരുവായൂർ സത്യാഗ്രഹ, അതുപോലെ തന്നെ 3ാമത് കുട്ടൻകുളം സത്യാഗ്രഹ, ലാസ്റ്റ് വരുന്ന പാളയം സത്യാഗ്രഹ. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞേ. നിങ്ങൾ ആ ഓർഡർ വർഷം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ, ഒരുമിച്ച് തന്നെ ടൈപ്പ് ചെയ്തിട്ടോ, ഓരോന്നോരോന്നിട്ടുണ്ട, ഒരുമിച്ച് തന്നെ ടൈപ്പ് ചെയ്തിട്ട് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അത്. കാരണം ഇതല്ലെങ്കിൽ വേറെ രൂപത്തിൽ ചോദ്യം വന്നേക്കാം. ഗുരുവായൂർ സത്യാഗ്രഹമായിരുന്നാലും വൈക്കം സത്യാഗ്രഹമായിരുന്നാലും വേറെ രൂപത്തിൽ എന്ത് ചെയ്തേക്കാം, ചോദ്യങ്ങൾ വന്നേക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡേറ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടേ. വെരി ഗുഡ്. വിമൽ പറയുന്നുണ്ട് 1891 അല്ലെ? മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയലിന്റെ കഥ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ കഥ നമ്മൾ പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് പോയിരുന്നു കേട്ടോ. പിന്നെ 1931, 1946, 1905 ലാസ്റ്റ് വരുന്നത് 47, 48 അല്ലെ? പാളയം സത്യാഗ്രഹം വരുന്നത് 47. ആ സ്വാതന്ത്ര്യത്തിന്റെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയണ്ടായിരുന്നു 1947. ഓക്കെ, 1891, 1931, അതുപോലെ തന്നെ 46, 47, 47, 48 പാളയം സത്യാഗ്രഹം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ലാസ്റ്റ് വൺ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആ രൂപത്തിൽ അതിന്റെ നമ്പേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. പിന്നെ നമ്മൾ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് ഒപ്പിട്ട ആള് അല്ലെ, സൈൻ ചെയ്തിട്ടുള്ള ആള്, രണ്ടാമത് സൈൻ ചെയ്തിട്ടുള്ള ആള്, മൂന്നാമത് സൈൻ ചെയ്തിട്ടുള്ള ആള്, അവിടെ ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് നമ്പർ അടക്കം പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആ ഒരു ഭാഗത്തേക്ക് വരാതിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി പോകാം. ഞാൻ സാന്ദർഭികമായിട്ട് പറയാം കേട്ടോ, നമ്മുടെ കോഡുകളായിട്ട് തന്നെ കാണുക. കാരണം ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാം, പെട്ടെന്ന് നിങ്ങൾ മെമ്മറിയിലേക്ക് ഓർക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ കണക്ട് ചെയ്യും. അപ്പൊ ചില ആളുകൾ അതൊരു എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ, അതല്ലെങ്കിൽ ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ കളിയാക്കുന്നതായിട്ടോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് വരാറുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുന്ന വീഡിയോസ് ഒക്കെ ആയിരുന്നാലും കമന്റ് വരാറുണ്ട്. സോ ഒരിക്കലല്ല ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ആരെയും അവഹേളിക്കാനോ ഒന്നുമല്ല. നിങ്ങൾക്ക് കണക്ഷൻ ചെയ്ത് കിട്ടണം, അവിടെ ഒരു കണക്ഷൻ കിട്ടണം ആ ഒരു ആൻസറിലേക്ക് എത്താൻ. അത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന് അങ്ങനെ തന്നെ കാണാൻ ഞാൻ സാന്ദർഭികമായിട്ട് ഇപ്പൊ പെട്ടെന്ന് ഓർത്തോ പറഞ്ഞാണ്. കുറച്ച് മുമ്പ് ഇതേപോലെ ഞാൻ ഒരു കമന്റ് നോക്കുമ്പോ അങ്ങനെ കണ്ടിരുന്നു, എന്താണ് എന്തുകൂടാന്നൊക്കെ പറയട്ടെ. ഓക്കെ, ആയിക്കോട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച്, വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അതിന് താഴെ വരുന്ന എന്റെ ജീവിത കഥ അഡീഷണൽ ആയിട്ട് കയറി വന്നതാണ് കേട്ടോ ആ PPT-യിൽ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇതാണ് വാക്യം. അതായത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അത് കാസ്റ്റ് ബൈ റിഡീലിംഗ് ഓഫ് ഇറ്റ്സ് മോർ. അതായത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്, അതായത് ഇപ്പോ ജാതി വ്യവസ്ഥ അതിനെ നശിപ്പിക്കുന്ന തരത്തിലൊരു മൂവ്മെന്റ് ആയിരുന്നു എന്ന് ഇതാര് ആണ് പറഞ്ഞത്? വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ആരാണ് ഈ ഒരു വേർഡ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച്, അല്ലെങ്കിൽ അതൊരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു നാശം തന്നെയാണ് ശരിക്കും പറഞ്ഞ. ആളുകളെ അല്ലെ സമൂഹത്തെയൊക്കെ വേർതിരിക്കുന്ന സംഭവമാണ്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞ ഈ വൈക്കം സത്യാഗ്രഹ മൂവ്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, തകർത്ത് കളഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു റിസൾട്ടാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ് ഒന്ന് പറ. മഹാത്മാഗാന്ധിയാണോ, ശ്രീനാരായണ ഗുരു ആണോ, EV രാമസ്വാമി നായ്ക്കറാണോ, ലാലാൽ സിംഗ് ആണോ? മറ്റേ നോക്കണ്ടാട്ടെ, എന്റെ ജീവിതകഥ എന്നുള്ള മറ്റേ ക്വസ്റ്റ്യൻ കയറി പോകുന്നതാണ് അത്. അതല്ല,
വോയിസ് കേൾക്കുന്നില്ല, ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പോഴാണ് കമന്റ് വന്നത്. ആരാണ് പറഞ്ഞത്? സി ആണോ ഡി ആണോ? ഓക്കെ വെരി ഗുഡ്. ലക്ഷ്മി വെരി ഗുഡ്. അമൃത വെരി ഗുഡ്. ഏട്ടാ മഹാത്മാഗാന്ധിയാണ് പറഞ്ഞിട്ടുള്ളത് ഏട്ടാ. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആണിത്. ഇതും എന്താണ് 2022 HSA സോഷ്യൽ സയൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോ കറക്റ്റ് ആൻസർ എ ആണ്. മഹാത്മാഗാന്ധിയാണ് അതിനെ കുറിച്ച് അങ്ങനെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ് വെരി ഗുഡ്. ഒത്തിരി പേര് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following literary work were written in the background of മലബാർ റിബേലിയൻ? മലബാർ കലാപവുമായി കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള സാഹിത്യ രചന ഏതാണ് താഴെ പറയുന്നതിൽ? ദുരവസ്ഥ, പ്രേമസംഗീതം, സുന്ദരികളും സുന്ദരന്മാരും, ഒരു വിലാപം. ഇത് 2022 HSA സോഷ്യൽ സയൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സാഹിത്യ കൃതികൾ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കമന്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും എന്ത് ചെയ്യാ, നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആൻസർ ഉണ്ടാവുമല്ലോ. വെറുതെ കറക്കി കുത്താലല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആൻസർ ഉണ്ടാകുമല്ലോ, അത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കമന്റ് ചെയ്തിട്ട് തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സമയം കളയുന്നില്ല, ആൻസറിലേക്ക് പോവുകയാണ്. ഏതൊക്കെയാണ്? ഒന്ന് പറയുന്നത് ബി പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അല്ലെ. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി തന്നെയാണ്. വെരി ഗുഡ് കേട്ടോ. അതായത് ദുരവസ്ഥയും അതുപോലെ തന്നെ സുന്ദരികളും സുന്ദരന്മാരുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ആരുടേതാണ്? സുന്ദരികളും സുന്ദരന്മാരും അതുപോലെ ദുരവസ്ഥ, ഈ കൃതി ആരുടേതാണ് എന്ന് പറയാമോ? വെരി ഗുഡ്. ഞാൻ ചോദിക്കണേക്കാൾ മുമ്പ് പറഞ്ഞു എൻ വിമൽ അല്ലെ. കുമാരനാശാന്റെയും അതുപോലെ തന്നെ ഉറൂബിന്റെയും ആണ് എന്ത് കൃതികൾ അല്ലെ. സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്നത് ഉറൂബിന്റെ കൃതികളാണ്. അതുപോലെ തന്നെ ദുരവസ്ഥ എന്ന് പറയുന്നത് കുമാരനാശാന്റെ ആണ്. ഉറൂബിന്റെ 2-3 കൃതികൾ ഒന്ന് പറയാമോ? ഉറൂബിന്റെ കൃതികള് ഒന്ന് പറയാമോ? ഉറൂബിന്റെ കൃതികള് ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യാമോ? ഒരു 3-4 പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന ഉറൂബിന്റെ കൃതികൾ. ഏതെങ്കിലും ഒരു ഉറൂബിന്റെ കൃതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റണമല്ലോ, ഒന്ന് പറയാമോ? ഒത്തിരി പേര് ടൈപ്പ് ചെയ്തതിനോട്. വെരി ഗുഡ്. ടൈപ്പ് ചെയ്തിട്ടാൽ തന്നെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ്. വെരി ഗുഡ്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഉറൂബിന്റെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓർമ്മയില്ലേ ആർക്കും? ലിറ്റററി ഫിഗേഴ്സ് എന്നുള്ള ഭാഗത്തുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട സാഹിത്യ മുഖങ്ങളാണ് അല്ലെ, സാഹിത്യകാരന്മാരാണ്. അപ്പൊ നമ്മള് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. മറന്നുപോയിട്ടാണോ? കിട്ടുന്നില്ല ആർക്കും? രാച്ചിയമ്മ അല്ലെ. രാച്ചിയമ്മ, പിന്നെ രാച്ചിയമ്മ ഒരു കഥയൊക്കെ പറഞ്ഞ് മറന്നുപോയോ? നിങ്ങളെ ക്ലാസ് ഒന്ന് കാണാം കേട്ടോ. എന്താ പറയാ, PC കുട്ടിക്കൃഷ്ണൻ അല്ലെ. രാച്ചിയമ്മ, മുഖം മൂടി, ഉമ്മാച്ചു. ഓക്കെ വെരി ഗുഡ്. ഉമ്മാച്ചു പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് ഉമ്മാച്ചു. പല PSC പരീക്ഷകൾക്കും ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ആമിനുമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്തിരുന്നു. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അത്യാവശ്യം കുറച്ച് കൃതികൾ അതിനകത്ത് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി 2023 തന്നെ ജേർണി ഹിന്ദിക്കോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ദ ഓർഗനൈസേഷൻ ഓഫ് മലയാളം റൈറ്റേഴ്സ് ഫൗണ്ടഡ് ഇൻ 1927. ഏതാണ്? മലയാള സാഹിത്യകാരന്മാർക്ക് 1927 രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടന, ഓർഗനൈസേഷൻ ഏതാണ്? ഗ്രന്ഥശാല സംഘം, അതുപോലെ തന്നെ പുരോഗമന സാഹിത്യ സമിതി, സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ.
എയും ബിയും സിയും ഒക്കെ പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, കറക്റ്റ് ആൻസർ ബി ആണ് അല്ലേ? ഏതാണ്? സമസ്ത കേരള സാഹിത്യ പരിഷത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്, വർഷങ്ങൾ വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ആകെ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഏതാണെന്നൊന്ന് പറയാമോ? പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യാം. ചാന്നാർ ലഹള 1759, ഈഴ മെമ്മോറിയൽ 1886, വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1936. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? 2024 ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. ഇവിടെയൊക്കെ നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്ന റിനൈൻസൻസ്, കേരള റിനൈൻസൻസ് ഒക്കെ സെയിം സിലബസ് ആണ് വരുന്നത്, സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറെക്കുറെ വരുന്നത് കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് വരാറുള്ളൂ. സോ ഇതിനകത്ത് ഡി പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ചോദിച്ചത്. ഇൻകറക്റ്റും കറക്റ്റും ഇത് മാറിപ്പോകരുത്. ചോദ്യത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കറക്റ്റ് ആയിട്ടുള്ളത്, തെറ്റായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എയും ഡിയും തെറ്റാണോ? കറക്റ്റ് ആൻസർ ഏതാണ്? 3 മാത്രമാണ് ശരിയുള്ളത്. വൈക്കം സത്യാഗ്രഹം 1924 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടാ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 1930, 31, 32 അല്ലെ ടൈം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചാന്നാർ ലഹള ഫസ്റ്റ് നടന്നിട്ടുള്ളത് 1822 എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ് 1924 കേട്ടാ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ എബൌട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? താഴെ വന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിക്കണം. ഏതാണ് കറക്റ്റ്? പെട്ടെന്ന് വായിച്ചിട്ട് പറയാം കേട്ടോ. ഗാന്ധി ഗവ് അഡ്വാൻസ് നോട്ടീസ് ടു വൈസ്രോയ് ലോർഡ് ഇർവിൻ ഇൻ കണക്ഷൻ വിത്ത് ഹിസ് സാൾട്ട് സത്യാഗ്രഹ അല്ലെ? സാൾട്ട് മാർച്ച് സ്റ്റാർട്ട് ഫ്രം സബർമതി ആശ്രമം. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. സി പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്. 10ന്റെ ആണോ? ഡി പറയുന്നുണ്ട്. എല്ലാം ശരിയാണോ? ഓക്കെ, സി പറയുന്നുണ്ട് വിമൽ. ഓക്കെ, ദ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എപ്പോഴാണ്? 1931. ഇതേ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇത് 2021 ചോദിച്ചാണ് കേട്ടോ. HST അറബിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല ഓപ്ഷനും വരുന്നുണ്ട്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദ അബവ്. എല്ലാം എന്താണ്? ശരിയാണ് കേട്ടോ. താഴെ പറയുന്ന ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളം ലിറ്ററേച്ചർ ഏതാണ്? താഴെ പറയുന്ന ഓപ്ഷൻ നോക്കണ്ട, മറ്റേ ക്വസ്റ്റ്യൻ കയറി പോകുന്നതാണ് കേട്ടോ. അത് നേരത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളം ലിറ്ററേച്ചർ, ചെമ്മീൻ, ഒരു സങ്കീർത്തനം പോലെ, രണ്ടിടങ്ങഴി, അവകാശികൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര സിമ്പിൾ ആണല്ലോ ചോദ്യം എന്ന്. ഇത് ഞാനിട്ട ചോദ്യമല്ല, PSCക്ക് വന്ന ചോദ്യമാണ്. 2024 ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചില ചോദ്യം കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിക്കണ്ട. സിമ്പിൾ ആയതും ചോദിക്കാം, നമുക്ക് കൂടുതൽ ചിന്തകൾ തരുന്നതും ചോദിക്കാം. ഏതായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം അല്ലേ, ലാർജസ്റ്റ് നോവൽ ഏതാണ് ഇൻ മലയാളം ലിറ്ററേച്ചർ? ആൻസർ പറയുന്നുണ്ട്, ഓപ്ഷൻ ആണ് എടുത്ത് നിങ്ങള്. ഡി പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്. ചെമ്മീനാണോ? 11D. വെരി ഗുഡ്. അവകാശികൾ അല്ലെ? അവകാശികൾ എന്നതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്ന് പറയുന്നത്. ചില ആളുകൾ ഇന്ദുലേഖ എന്ന് വിചാരിക്കും. ഇന്ദുലേഖ എഴുതിയിട്ടുള്ള ആരാണ്? ഇന്ദുലേഖ ആരുടേതാണെന്ന് കമന്റ് ചെയ്തേ. ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റിൽ കഴിഞ്ഞ ഏതോ ഒരു പരീക്ഷയ്ക്ക്.
വെരി ഗുഡ്. ഓ ചന്തുമേനോന്റേതാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത് അല്ലെ. ഓ ചന്തുമേനോൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവല് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു എക്സാമിന്. ദെൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഇൻ റിലേറ്റ് ടു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ? 2024 ജൂനിയർ ലാംഗ്വേജ് അറബിക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഏതാണ്? ഹിസ് ആക്ച്വൽ നെയിം വാസ് രാമവർമ്മ. ഹി വാസ് നോൺ ആസ് കേരള ഇബ്സൺ. He has been called the father of modern Malayalam literature. അല്ലേ? He was the son of വേണമണ്ണി അച്ഛൻ നമ്പൂതിരി. JLT ഹിന്ദി എഴുതാൻ DLED വേണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2019 ശേഷം വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ. നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അന്വേഷിക്കാം കേട്ടോ. 2019 മുമ്പുള്ളവർക്ക് DLED ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ശേഷമുള്ളവർക്കൊക്കെ വേണം എന്നുള്ളതാണ്. അതിന്റെ എന്തോ ഒരു അഡീഷണൽ ഇത് കൂടി വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടാ. ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അതായത് ശരിയായിട്ടുള്ള പേര് രാമവർമ്മ എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു ഹിന്ദി എക്സാമിനും ഹിന്ദി എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത്. രാമവർമ്മ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര് വരുന്നത്. അതേപോലെ തന്നെ അതാണ് വെൺമണി അച്ഛൻ നമ്പൂതിരിയുടെ മകനാണ് അദ്ദേഹം കേട്ടോ. അപ്പോ PSCയുടെ ആൻസർ അനുസരിച്ച് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ആണ് ശരിയായിട്ട് വന്നിട്ടുള്ളത് കേട്ടാ. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്ന ആരാണ്? കേരള ഇബ്സൺ അദ്ദേഹമല്ലല്ലോ. പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരാണ്? റീകോൾ ചെയ്തെടുക്കാം. അപരനാമങ്ങളൊക്കെ നമ്മള് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടാ. അത് കണക്ട് ചെയ്ത് മനസ്സിലാക്കാം. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ തന്നെ അതിന്റെ എന്തുണ്ട്, ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട സംഭവമെങ്കിലും കണക്ട് ചെയ്ത് നിങ്ങള് ഓർത്ത് വെക്കുക. കിട്ടിയോ? വെരി ഗുഡ്. നിങ്ങൾ പറയുന്നുണ്ട് എൻ കൃഷ്ണപിള്ള അല്ലെ. എൻ സൺ അങ്ങനെ എന്താ കണക്ട് ചെയ്ത് നമ്മള് എന്റെ സൺ, എന്റെ മകൻ എന്നുള്ളത് എൻ കൃഷ്ണപിള്ളയെ കണക്ട് ചെയ്യാൻ വേണ്ടി. വെരി ഗുഡ്. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ്. വെരി ഗുഡ്. പിന്നെ അടുത്ത പോവുകയാണ്. പ്രത്യക്ഷ രക്ഷാസഭ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. പ്രത്യക്ഷ രക്ഷാസഭ എപ്പോഴാണ് സ്ഥാപിച്ചിട്ടുള്ളത്? 1908 ആണോ, 9 ആണോ, 4 ആണോ, 5 ആണോ? 13. കുറെ കമന്റ് വരുന്നുണ്ട്. വിമൽ പറയുന്നുണ്ട് ഫൗസാസ് വേൾഡ് അല്ലെ. അതുപോലെ ദിനേശ്, സാർ എക്സാം ഇനി എന്നാണെന്നോ? എക്സാം എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താ മനസ്സിലായില്ല? ഹർഷിത എന്താ ചോദിച്ചത്? ഓക്കെ, പ്രത്യക്ഷ രക്ഷാസഭ അല്ലെ. പ്രത്യക്ഷ രക്ഷാസഭ എന്നുള്ളത് വെരി ഗുഡ്. പൊയ്കയിൽ യോഹന്നാൻ അല്ലേ. 1909 നമ്മൾ പറഞ്ഞിരുന്നു. പ്രത്യക്ഷ രക്ഷാസഭ പൊയ്കയിൽ യോഹന്നാൻ അല്ലെ. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മണിക്ക് വരുമെന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആ വർഷങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ 1909 അതുപോലെ തന്നെ എന്താണ് പൊയ്കയിൽ യോഹന്നാൻ എന്നും കൂടി നമ്മൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്തു വെക്കുക. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. വർഷം നമ്മൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മൗത്ത് പീസ് ഓഫ് പതിനാല്. പെട്ടെന്ന് കമന്റ് ചെയ്യൂ. യോഗക്ഷേമ സഭ കേട്ടോ. യോഗക്ഷേമ സഭ, അതെ. അതിന്റെ മൗത്ത് പീസ് ആണ്. എപ്പോഴാണ്? എന്തായിരുന്നു? മംഗളോദയമാണ് അല്ലെ. വർഷം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വർഷം ഒന്ന് റീകോൾ ചെയ്തെടുത്തേ.
വർഷം ഒന്ന് റീകോൾ ചെയ്തെടുത്ത്. മംഗളോദയമാണ് ഇതിന്റെ യോഗക്ഷേമ സഭയുടെ മംഗളോദയമാണ് വരുന്നത്. വെരി ഗുഡ്. വിമൽ ആയിരത്തി വിമൽ എന്ന് പറയുന്നത് ശരിക്കും വിമൽ തന്നെയാണ് പേര്. ബാച്ചിലുള്ള ആരെങ്കിലും ആണോ? പേര് പറയാമോ? മംഗളോദയം, മംഗളോദയമാണ്. അതുപോലെ 1908 അല്ലെ? 1908 1908 വെരി ഗുഡ് വെരി ഗുഡ്. 1908 മംഗളോദയമാണ്. പിന്നെ ഒരു ഉണ്ണിയപ്പവുമായിട്ട് എന്താ കണക്ട് ചെയ്തിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? അതെവിടെയായിരുന്നു? പ്ലേസ് എവിടെയായിരുന്നു യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്? ഉണ്ണി നമ്പൂതിരി, ഷംസിയ വെരി ഗുഡ്. ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മാഗസിനോ അല്ലെ? പ്ലേസ് എവിടെയായിരുന്നു ഇതിന്റെ? ആലുവ, വെരി ഗുഡ്. ഇനി എന്ത് വേണം? ഇതാ കിടക്കുന്നു അല്ലെ? അടിപൊളി. അപ്പോ നമ്മളെപ്പോഴും രസകരമായിട്ട് ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ രസകരമായിട്ട് എന്തും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, നമ്മൾ ഈ പരീക്ഷ കഴിഞ്ഞാലും നമ്മുടെ മെമ്മറിയിൽ തന്നെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കോഡിനെ കോഡായിട്ട് കാണുക. ഹിന്ദി ഗ്യാൻ കി ദുനിയ. ഓക്കെ, മംഗളോദയം, ഹിന്ദി ഗ്യാൻ കി ദുനിയ. ഒന്ന് അർത്ഥം കൂടി പറയോ? ഞാൻ ഹിന്ദിയിൽ അത്ര പോരാട്ടോ. ആയിക്കോട്ടെ, ശരി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. വിച്ച് വൺ ഈസ് ദ റോങ് പെയർ? റോങ് പെയർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. യോഗം, ടീ, ഉണ്ണിയപ്പം അല്ലെ? ഷീല, വെരി ഗുഡ്. ഒന്ന് പറഞ്ഞേ, റോങ് പെയർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. റോങ് പെയർ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ കറക്റ്റ് ഇൻകറക്റ്റ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. കറക്റ്റ് പെയർ ആണോ റോങ് ആണോ എന്നുള്ളത് അതും ശ്രദ്ധിക്കണം. നിങ്ങൾ വെറുതെ കുറച്ച് ഓപ്ഷനിലേക്ക് ശ്രദ്ധ പോയിട്ട് ഉള്ളത് എന്ത് ചെയ്യരുത്, ഉള്ള മാർക്ക് നിങ്ങൾ കളയരുത്, തെറ്റിക്കരുത്. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 15. നന്ദൂസ്, ലച്ചു, അക്ഷര, അമൃത, ദിനേശ്, ഷംസിയ. ഓക്കെ, ഡി ആണ് എല്ലാവരും പറയുന്നത്. ഓർമ്മയുടെ ആഴങ്ങളിൽ എന്ന് പറയുന്നത് ആരുടേതാണ്? ഓർമ്മയുടെ ആഴങ്ങളിൽ NV കൃഷ്ണവാര്യർ അല്ലെ? ഓർമ്മയുടെ ആഴങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്തു. NV നന്നായി വാരുക അല്ലെ? ആഴങ്ങളിൽ നന്നായിട്ട് വാരിക്കാൻ NV നമ്മൾ അങ്ങനെ ഷോർട്ട് ഇതാക്കി അല്ലെ, ഫുൾ ഫോം ആക്കി. നന്നായി വാരിയാൽ കുറച്ചും കൂടെ ആഴം കൂടുമല്ലോ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓർമ്മയുടെ ആഴങ്ങളിൽ. അതേപോലെ തന്നെ ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്നത് ബഷീറിന്റേതാണ്. നമ്മൾ കണക്ട് ചെയ്തു. അറ സൽക്കാർ എന്നൊക്കെ നമ്മൾ പൊതുവെ മുസ്ലിംസുമായി കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഓർക്കാം കേട്ടോ. അപ്പോ ഓർമ്മയുടെ അറകൾ എന്ന് കണക്ട് ചെയ്തു. ഓർമ്മയുടെ തീരങ്ങൾ അല്ലെ? തീരത്തിരിക്കുമ്പോ എന്ത് ചെയ്യും? കാറ്റിങ്ങനെ തഴുകി അല്ലെ? അപ്പോ തകഴി അങ്ങനെ കണക്ട് ചെയ്യാം നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തെറ്റുള്ളത് ഓർമ്മയുടെ ഓളങ്ങളാണ് അല്ലെ? ഓർമ്മയുടെ ഓളങ്ങൾ ആരുടേതാണെന്ന് പറയാമോ? ഓർമ്മയുടെ ഓളങ്ങൾ, അതാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഡി തന്നെയാണ് കറക്റ്റ്. ഡി ആണ്. അവിടെ തെറ്റിപ്പോയതാണ് ഓപ്ഷൻ. ഡി ആണ്. ജി ശങ്കരക്കുറുപ്പ്, വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ. ജി ശങ്കരക്കുറുപ്പിന്റേതാണ് വരുന്നത് കേട്ടോ. അത് തെറ്റാണ്, ഇവിടുത്തെ ഓപ്ഷൻ തെറ്റിപ്പോയതാണ് കേട്ടോ. ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SNDP യോഗം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ ഫസ്റ്റ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇൻ കേരള? Which is the first social reform movement in Kerala? 2022 നാച്ചുറൽ സയൻസ് എക്സസൈസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. SNDP, സാധുജന പരിപാലന സംഘം, സമത്വ സമാജം, NSS. ഈ ആൻസർ വരുന്നുണ്ട്. വെരി ഗുഡ്. ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഒക്കെ വരുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. സമത്വ സമാജം, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്ടത്. ഈ സമത്വ സമാജത്തെ കുറിച്ച് പൊതുവെ വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഫസ്റ്റ് റിഫോമർ ഏതാണ്, അതുപോലെ തന്നെ റിഫോം മൂവ്മെന്റ് ഏതാണ്, അതുപോലെ തന്നെ ഇതിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ളത്. ഇത് തിരിച്ചും മറിച്ചും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഇത് സിമ്പിൾ ആണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ 2022 നാച്ചുറൽ സയൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഫൗണ്ടർ ആരായിട്ട് നമുക്ക് പറയാൻ പറ്റും? സമത്വ സമാജത്തിന്റെ 1836. ഓക്കെ, സമത്വ സമാജത്തിന്റെ ആരാണ്?
പെട്ടെന്ന് ആൻസർ പറയൂ. ആരാണ്? സമത്വ സമാജം. സഹോദരൻ അയ്യപ്പനാണോ? അല്ല, വൈകുണ്ഠ സ്വാമികൾ. വെരി ഗുഡ്. സഹോദരൻ അയ്യപ്പനല്ല കേട്ടോ, വൈകുണ്ഠ സ്വാമികളാണ് വരുന്നത് കേട്ടോ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, സമയം വൈകിയാൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. സമയം വൈകിയാൽ സമത്വ സമാജം. ഓക്കെ, അങ്ങനെ നോക്കാം. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം. സാധുജന പരിപാലന സംഘാരാണ് SNDP NSS. നിങ്ങൾക്ക് അറിയാമായിരിക്കും. സാധുജന പരിപാലന സംഘാരാണ് സാധുജന പരിപാലന സംഘം. ആരുടേതാണ്? ആരാണ് ഫൗണ്ടർ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. വെരി ഗുഡ്, ഷംസിയ. വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യങ്കാളിയാണ് അല്ലെ? അയ്യങ്കാളിയാണ്. അതിന്റെ ഇയർ ഒന്ന് പറയാമോ? ഇയർ. സമയം വൈകണ്ട. ശീല അതന്നെ, സമയം വൈകണ്ട. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ല, ചില കണക്ഷനൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഹോളിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുന്നത്. ഇത് ചിലപ്പോ ഒരു എന്താ പറയാ തമാശയായിട്ട് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ചോദിക്കും. അയ്യോ അതെന്താ സാറേ കോഡ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ കമന്റ് വന്നു. നമ്മൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് എക്സാം ഹോളിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കണം നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ മെമ്മറിയിലേക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അത്ര മാത്രമേ ഇതിന്റെ ലക്ഷ്യമുള്ളൂ. ഓക്കെ, 1907 അയ്യങ്കാളി. 1907 സാധുജന പരിപാലന സംഘം. വെരി ഗുഡ്, വെരി ഗുഡ്. 1907 എന്ന് മനസ്സിലാക്കി. SNDP വർഷം പെട്ടെന്ന് കമന്റ് ചെയ്തല്ലോ. SNDPയുടെ വർഷം. ഇത് സമത്വ സമാജമാണ്. 1903 അല്ലെ? 1903 എന്നുള്ളതാണ് വരുന്നത് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഇത് പറഞ്ഞ ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SNDP യോഗം? ഹു വാസ് ദ 1903. നമ്മുടെ കണക്ട് ചെയ്ത് DP എന്ന് പറഞ്ഞ കണക്ട് ചെയ്തു അല്ലെ? ഒരു DP വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തെ കൂടുതൽ നമ്മൾ അങ്ങനെ വെക്കാറൊന്നുമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ SNDP അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് പൽപു ആണോ? ഡോക്ടർ പൽപു, കുമാരനാശൻ, ശ്രീനാരായണ ഗുരു, നേതാരാജ് ഗുരു. ഓക്കെ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് PYQ ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ തോന്നും, അയ്യോ ഇത് സിമ്പിൾ ആണല്ലോ എന്ന്. പക്ഷെ ഇത് PYQ ആണ്. അല്ല, ശ്രീനാരായണ ഗുരു ആണ്. വെരി ഗുഡ് കേട്ടോ. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് സാധുജന പരിപാലന സംഘം? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് കൂട്ടത്തിൽ അല്ലെ? സാധുജന പരിപാലന സംഘം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. അതെ, വെരി ഗുഡ്. ആജീവനാനന്ദ പ്രസിഡന്റും അദ്ദേഹം തന്നെയാണ്. ഫസ്റ്റ് പ്രസിഡന്റും ആജീവനാനന്ദ പ്രസിഡന്റും ആരാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അയ്യങ്കാളി. ഇപ്പൊ നേരത്തെ തെറ്റിയ ആളുകൾ, നേരത്തെ നമ്മള് സാധുജന പരിപാലന സംഘത്തിന്റെ പറഞ്ഞപ്പോ ചില ആളുകൾ തെറ്റിപ്പോയി. അപ്പോ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ ഇനി തെറ്റാൻ പാടില്ല. ആദ്യം തെറ്റാം, അത് ഓക്കെ കേട്ടോ. ഓക്കെ, സംഭവിച്ചു. പക്ഷെ പിന്നെ തെറ്റാൻ പാടില്ല. സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളി. അപ്പൊ നേരത്തെ ഇയർ തെറ്റിയ ആളുകളുണ്ട്. നേരത്തെ അതിന്റെ ഇയർ ഞാൻ ചോദിച്ചപ്പോ തെറ്റിപ്പോയ ആളുകളുണ്ട്. ആ ആളുകൾ ഒന്നുകൂടി പറഞ്ഞേ, ഏതാണ് ഇതിന്റെ ഇയർ വരുന്നത്? ഫൗണ്ടർ അയ്യങ്കാളിയാണ്. അതിന്റെ ഇയർ വരുന്നത് ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ, പെട്ടെന്ന് കമന്റ് ചെയ്യൂ. നമ്മള് എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ, HSC പഠിക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. B.Ed ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് 1909 9 കേട്ടോ. പിന്നെ തിരിച്ചോ മാലു? 1907 റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് തെറ്റ് നമ്മൾ തെറ്റ് മാറി ശരി നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് കേട്ടോ. അയ്യങ്കാളി 1907 എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി തെറ്റിക്കരുത് കേട്ടോ. മാലു അല്ലേ? മാലു അതീഷ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈഴവ മെമ്മോറിയൽ സബ്മിറ്റഡ് ഓൺ 1891 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സൈൻ എത്ര? 131/76 അല്ലേ? എത്ര പേരാണ് സൈൻ ചെയ്തിട്ടുള്ളത്? 13,176 ആളുകളാണോ? അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു? പരാജയമായിരുന്നോ വിജയമായിരുന്നോ? ഇതപ്പോ നമ്മൾ ആ സംഭവത്തെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മെമ്മോറിയൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിരുന്നു അത് വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്നുള്ളത്.
ഇതൊരു പിവൈക്ക് തന്നെയാണ് കേട്ടോ. എ ആണോ? അപ്പൊ വിജയമായിരുന്നോ അത് പരാജയമായിരുന്നോ ഈഴവ മെമ്മോറിയല്? വർഷം ശരിയാണെന്ന് പറയുന്നത് 1891 പറയുന്നുണ്ട്. സൈൻ ചെയ്തത് 13,176 പേരാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരെണ്ണം മാത്രം ശരി. ഷംസിയ എന്താ പറഞ്ഞ? ഷംസിയ ഡിയോ. നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? സി ആണ് കേട്ടോ. ഈഴവ മെമ്മോറിയൽ സൈൻ ചെയ്തിരിക്കുന്ന വർഷം ഏതാണ് വരുന്നത്? ഈഴവ മെമ്മോറിയൽ വർഷം ഏതാണ് ഒന്ന് പറഞ്ഞേ. മലയാളി മെമ്മോറിയൽ ഉണ്ട്, ഈഴവ മെമ്മോറിയൽ ഉണ്ട്. ഒന്ന് പറഞ്ഞേ. മലയാളി മെമ്മോറിയൽ ഉണ്ട്, ഈഴവ മെമ്മോറിയൽ ഉണ്ട്. അതിന്റെ വർഷം ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യൂ. പോരട്ടെ, കമന്റ് പോരട്ടെ. തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തിരുത്തി പഠിക്കാലോ. കിട്ടിയോ ആൻസർ? വർഷം കിട്ടിയോ? ഇയർ 1896 അല്ലെ? അപ്പൊ അതാണ് തെറ്റായിട്ട് വരുന്നത് അവിടെ. അതാണ് കേട്ടോ. 1991 കൊടുത്തിരിക്കുന്നത്, 96 ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം എന്താണ്? ശരിയാണ് കേട്ടോ. 2ഉം 3ഉം അത് ശരിയാണ്. ഇത് പരാജയമായിരുന്നില്ലേ? അത് വിജയമായിരുന്നോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോ ഇവിടെ ഇയർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തെറ്റായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഇവിടെ ഓപ്ഷൻ ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് 2ഉം 3ഉം കേട്ടാ. ഓർത്ത് വെക്കുക, 2ഉം 3ഉമാണ് എന്ത് അവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഈസ് ദ കറക്റ്റ്? താഴെ തന്നിട്ടുള്ള കുറച്ച് കൃതികളാണ് ഫിഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതിനകത്ത് ഏത് കൃതികളാണ് കറക്റ്റ് ആയിട്ട് യോജിക്കുന്നത്? 19 ഡി ആണ് കേട്ടോ. അവിടെ സി ആണ് കൊടുത്തിരിക്കുന്നത്. മാറിപ്പോകരുത്, ശ്രദ്ധിക്കുക നിങ്ങൾ. അതവിടെ എഡിറ്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, ക്ഷമിക്കാം. ഒന്ന് പറഞ്ഞേ. കാണുന്നുണ്ടല്ലോ അല്ലെ? ചങ്ങമ്പുഴ അനുഭവങ്ങൾ പാളിച്ചകൾ, തകഴി പാടുന്ന പിശാച്, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, ദിവ്യഗീതം, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കവി സമാജം. ഏതാണ് കറക്റ്റ് വരുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. വേഗം വേഗം കമന്റ് ചെയ്യാം. കിട്ടിയോ? ഓപ്ഷൻ ആൻസർ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ അനുഭവങ്ങൾ പാളിച്ചകൾ ആരുടേതാണ്? ഓരോന്ന് നോക്കാം കേട്ടാ. അനുഭവങ്ങൾ പാളിച്ചകൾ 4 ഓപ്ഷൻ വരേണ്ടെന്നോ? 4 ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. ചങ്ങമ്പുഴ ഈ അനുഭവങ്ങൾ പാളിച്ചകൾ ആരുടെ? അത് പറ നിങ്ങൾ. നമുക്ക് ഓരോന്ന് പഠിക്കാം. അനുഭവങ്ങൾ പാളിച്ചകൾ ആരുടേതാണ്? ഓക്കെ, അനുഭവങ്ങൾ ആൻസർ വരുന്നുണ്ട്. അനുഭവങ്ങൾ പാളിച്ചകൾ എല്ലാരും പറയൂട്ടോ, പറഞ്ഞു നോക്കൂ നിങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. അനുഭവങ്ങൾ പാളിച്ചകൾ ആരുടേതാണ്? തകഴി ശിവശങ്കരപ്പിള്ളയുടെ കഥ പറഞ്ഞപ്പോ തന്നെ നമ്മളവിടെ കുറെ സംഭവങ്ങൾ പറഞ്ഞിരുന്നു. കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആ കഥ തന്നെ ഉണ്ടാക്കി തന്നത്. ഓക്കെ, അനുഭവങ്ങൾ പാളിച്ചകൾ തകഴി ശിവശങ്കരപ്പിള്ളയുടേതാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ അത് തെറ്റല്ലേ? ഓപ്ഷൻ എ തെറ്റാണ്. ഇനി പാടുന്ന പിശാച് ആരുടേതാണ്? പാടുന്ന പിശാച് ഇവിടെ ചങ്ങമ്പുഴയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ അഥവാ എ തെറ്റാണ്. ഓക്കെ,
പാടുന്ന പിശാച് ആരുടേതാണ്? പാടുന്ന പിശാച് റീകോൾ ചെയ്തെടുക്കും നിങ്ങള്. വെരി ഗുഡ്. പാടുന്ന പിശാച് ആരുടേതാണ്? ചങ്ങമ്പുഴ അല്ലെ? പാടുന്ന പിശാച് ചങ്ങമ്പുഴ. വെരി ഗുഡ്. അപ്പോ അത് തെറ്റാണല്ലോ, ബിയും തെറ്റാണ് കേട്ടോ, ബിയും തെറ്റാണ്. കാരണം ഇവിടെ തകഴി എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. then അടുത്തത് ദിവ്യഗീതം. ദിവ്യഗീതം ആരുടേതാ? കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റേതാണോ ദിവ്യഗീതം? അതും ചങ്ങമ്പുഴയുടേതാണ്. അപ്പൊ അതും തെറ്റല്ലേ? അതും തെറ്റാണ്. പിന്നെ ഇവിടെ വരുന്നത് ഏതാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള കവി സമാജം എന്നുള്ളതാണ് അല്ലെ? അപ്പോ ആക്ച്വലി ഇവിടെ എന്തില്ല? ഓപ്ഷൻ ഇല്ല. ശരിക്കും ഡി മാത്രമാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അവിടെ ഈ പറഞ്ഞതിൽ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ആരും ചോദിച്ചതിന്റെ ഇടയിൽ കേട്ടോ, എന്താണ് ഓപ്ഷൻ മിസ്റ്റേക്ക് ഉണ്ടോ സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇവിടെ എന്തില്ല? ശരിക്കും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, കണ്ടത്തിൽ വർഗീസ് മാപ്പിള കവി സമാജം. ബാക്കി മൂന്നും എന്താണ്? മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ റീകോൾ ചെയ്തെടുക്കുക കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ പാടുന്ന പിശാച് ചങ്ങമ്പുഴയുടേതാണ്. ദിവ്യഗീതം എന്താണ്? ചങ്ങമ്പുഴയുടേതാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റേതല്ല. കവി സമാജം മാത്രമാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അതുപോലെ തന്നെ മലയാള മനോരമ നമ്മൾ കണക്ട് ചെയ്ത് പോണം കേട്ടോ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എന്തില്ല? ഓപ്ഷൻ ഇല്ല. ആ കുട്ടി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. വെരി ഗുഡ്. ആരാണത്? വിമൽ അല്ലെ? വിമലിന്റെ പേര് ഇപ്പോഴും പറഞ്ഞില്ലല്ലോ ആരാണെന്നുള്ളത്. ഓക്കെ. അപ്പോ അങ്ങനെ റീകോൾ ചെയ്തിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലൈവ്. നിങ്ങൾ ജി കെയില് ഭാഗങ്ങൾ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ HSA കുട്ടികളാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യകത ഇല്ല. പക്ഷേ ഓർമ്മപ്പെടുത്തുകയാണ്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫസ്റ്റ് നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് തോട്ട് ഉണ്ട്, അതൊരിക്കലും വരരുത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നതാണെങ്കിൽ പോലും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഉറപ്പ് പറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക് ആണെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും, ഉറപ്പാണ്. അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷനെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്ര നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പോസിറ്റീവ് ആയിട്ട് ആ ചോദ്യത്തെ നേരിടാവോ, ഇത് കുഴപ്പമില്ല, ഇത് ഞാൻ പഠിച്ച ടോപ്പിക്കാണല്ലോ, എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ മുതൽ അടുത്ത റിവിഷന്റെ ടോപ്പിക്കുകളാണ്. നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഹിന്ദി ലൈവിന്റെ നമ്മൾ അതിനകത്ത് കൂടുതൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഇത് വരുന്നുണ്ട് കേട്ടോ, മോഡൽ OMR എക്സാം കൂടി വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ നമ്മുടെ ചാനലിൽ PYQ മെത്തഡോളജി ആയിരുന്നാലും PYQ ഓരോ ദിവസം നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ക്ലാസ്സും കാണുക, എക്സ്പ്ലനേഷൻ ക്ലാസ്സും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. വെറുതെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് പോകരുത്. അതിന്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സും കൂടി എന്തുണ്ട്? ആപ്പിൽ ഉണ്ടാകും. ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ട് തീർക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും ടെൻഷനൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള ദിവസം നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യാ? പഠിക്കാം. ഓക്കെ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.